നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ സെഡുമായുള്ള ജീവിതത്തിലെ അശുദ്ധിയിൽ നിന്ന് മുക്തി നേടാൻ രാശിയിൽ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് രാശിയിലിന്റെ വൈകാരിക ശുദ്ധീകരണ യാത്രയെക്കുറിച്ച് നിങ്ങൾ കേൾക്കും. ഗുരുദ്വാരയിൽ 6 മണിക്കൂർ സേവനം ചെയ്യുകയും പഴയ വസ്ത്രങ്ങൾ കത്തിക്കുകയും ചെയ്ത ശേഷവും രാശിയിൽ അസ്വസ്ഥയാണ്. തന്റെ പവിത്രത എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് അവൾ കരുതുന്നു. ഈ കൈബേറിയ സത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രാശിയിൽ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്നു. അശുദ്ധിയിൽ നിന്നുള്ള മോചനത്തിനുള്ള ഏക മാർഗമെന്ന് അവൾ വിശ്വസിക്കുന്ന ഡൂഷിംഗ് എന്ന പഴയതും അപകടകരവുമായ രീതിക്ക് അവൾ ഡോക്ടറെ നിർബന്ധിക്കുന്നു. എന്നാൽ കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് രാശിയിൽ ജോലി അന്വേഷിച്ച് നചികേതൻ സ്കൂളിലെത്തുമ്പോഴാണ്. അവിടെ അഭിമുഖങ്ങൾ റദ്ദാക്കിയിരുന്നു. എങ്കിലും അൽക്കമാം അവളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. തന്റെ ഭാഗം മോഷ്ടിക്കപ്പെട്ടുവെന്ന് രാശിയിൽ കള്ളം പറയുന്നു. പക്ഷേ അൽക്കമാമിന്റെ കണ്ണുകൾ എക്സ്റേ പോലെ അവളുടെ മനസ്സിലേക്ക് തുളച്ചുകയറിയപ്പോൾ രാശിയിൽ തകർന്നുപോകുകയും പൂർണ്ണ സത്യം തുറന്നു പറയുകയും ചെയ്യുന്നു. ഞാൻ അവനിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ ഒളിവിൽ വന്നതാണ്. അൽക്കമാം ഒരു മകളെപ്പോലെയുള്ള സ്നേഹം കാണിച്ച് രാശിയിലിന് ടീച്ചർ ജോലിയല്ല, മറിച്ച് തന്റെ ഇൻഡസ്ട്രിയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ആയി ജോലി എങ്ങനെ നൽകിയെന്ന് നിങ്ങൾ കേൾക്കും. അൽക്കമാം എല്ലാ പെൺകുട്ടികളോടും ഇങ്ങനെയാണോ? അതോ രാശിയിലിനോടുള്ള ഈ അമിത കരുണ എന്തെങ്കിലും രഹസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ? ജിജ്ഞാസ, വിശ്വാസം, ഒരു പുതിയ ജീവിതം. പ്രേം അൻമോൾ ഹോദ ഹേ വാണിയിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 15 അശുദ്ധിയെക്കുറിച്ചുള്ള ബോധവും അൽക്കമാമിന്റെ അത്ഭുതകരമായ ഉപകാരവും. രാശിയിൽ ഏകദേശം 1 വർഷത്തോളമായി ഗുരുദ്വാരയിൽ പോയിരുന്നില്ല. ഇന്ന് അവൾക്ക് അവിടെ സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു. 6 മണിക്കൂർ തുടർച്ചയായി സേവനം ചെയ്ത ശേഷം അവൾക്ക് വലിയ ആശ്വാസം തോന്നി. എന്നാൽ തിരികെ വരുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർന്നു: വസ്ത്രങ്ങൾ കത്തിച്ചതുകൊണ്ട് മാത്രം തന്റെ അശുദ്ധി മാറുമോ? ഈ ചിന്ത അവളെ അസ്വസ്ഥയാക്കി. ഉടൻ തന്നെ അവൾ ഒരു ക്ലിനിക്കിലേക്ക് പോയി. നിന്റെ പ്രശ്നം എന്താണ്? ഡോക്ടർ രാശീലിനോട് ചോദിച്ചു. ഡോക്ടർ, എന്നെ ചതിച്ച ഒരു ദുഷ്ടന്റെ കൂടെ ഞാൻ 1 വർഷത്തോളം ഭാര്യയായി കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അവനിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അയാൾ എന്റെ ശരീരം അനുഭവിച്ചു എന്ന ചിന്ത എന്നെ അശുദ്ധയാക്കി മാറ്റുന്നു. അത് എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നു, രാശിയിൽ സങ്കടത്തോടെ പറഞ്ഞു. ഇത് നിന്റെ മാനസികമായ പ്രശ്നമാണ്. ഇതിനായി നീ ഒരു നല്ല സൈക്യാട്രിസ്റ്റിനെ കാണുന്നതാണ് ഉചിതം. നിലവിൽ ഡൂഷിംഗ് പോലുള്ള രീതികൾ അപകടകരമാണ്. ഞാൻ അത് ശുപാർശ ചെയ്യില്ല, ഡോക്ടർ പറഞ്ഞു. അടുത്ത ദിവസം രാശിയിൽ നചികേതൻ സ്കൂളിലെത്തി. അവിടെ അൽക്കബാട്ടിയെ കണ്ടുമുട്ടി. ഇന്ന് അഭിമുഖങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ്. എങ്കിലും നീ ഇത്രയും ദൂരം വന്നതുകൊണ്ട് ഞാൻ നിന്നെ ഇന്റർവ്യൂ ചെയ്യാം. ജോലിക്ക് വേണ്ടി ജലന്ധറിൽ നിന്ന് ഇത്രയും ദൂരം എന്തിനാണ് വന്നത്? അൽക്കമാം ചോദിച്ചു. അൽക്കമാമിന്റെ ആഴത്തിലുള്ള നോട്ടത്തിന് മുന്നിൽ രാശീലിന് സത്യം മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. മാം, ഞാൻ വിവാഹം കഴിച്ച വ്യക്തി നല്ലവനല്ല. ഞാൻ അവനിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ ഒളിവിൽ വന്നതാണ്. എന്റെ നിലനിൽപ്പിനും അന്തസ്സിനും വേണ്ടി എനിക്ക് ഉടൻ ഒരു ജോലി ആവശ്യമാണ്, അവൾ കണ്ണീരോടെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ ശരിയായ വ്യക്തിയുടെ അടുത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഞാൻ നിന്നെ നിരാശപ്പെടുത്തില്ല. എന്റെ സ്വന്തം ഇൻഡസ്ട്രിയിൽ നിന്നെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ആയി നിയമിക്കുകയാണ്. നിനക്ക് എഴുത്തിൽ താൽപ്പര്യമുള്ളതുകൊണ്ട് അവിടെ നിനക്ക് എളുപ്പമായിരിക്കും. എന്റെ സ്വന്തം മകളെപ്പോലെ ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. അൽക്കമാം അവളെ ചേർത്തുപിടിച്ചു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതോടെ എപ്പിസോഡ് 15 അവസാനിക്കുന്നു. രാശീലിന്റെ കഷ്ടപ്പാടുകൾ തീരുകയും അൽക്കമാമിന്റെ തണലിൽ അവളുടെ പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നതിനെ ഈ എപ്പിസോഡ് മനോഹരമായി അവതരിപ്പിക്കുന്നു. എപ്പിസോഡ് 15 സമാപ്തം. എപ്പിസോഡ് 16. നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ രാശിയിൽ തന്റെ ആന്തരിക വിശുദ്ധി വീണ്ടെടുക്കാൻ ഡൂഷിംഗ് നടത്തി. ഇന്ന് രാശിയിൽ തന്റെ യാത്രയിലെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതോടെ അവളുടെ ഭൂതകാലത്തിന്റെ കഥ ഒരു ശുഭപര്യവസാനത്തിലേക്ക് എത്തുന്നു. നിങ്ങൾ കേൾക്കും. ജ്വല്ലറി ഉടമയുടെ പെരുമാറ്റത്തിലുണ്ടായ മാറ്റം വെറുമൊരു യാദൃശ്ചികതയല്ല, മറിച്ച് അൽക്കമാം ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയായിരുന്നു. സ്റ്റേഷനിൽ വെച്ച് രാശിയിൽ തന്റെ ബുർഗ വലിച്ചെറിയുന്നത് മാം കണ്ടിരുന്നുവെന്നും മാമിന്റെ ഡ്രൈവർ രാശീലിനെ പിന്തുടർന്നിരുന്നുവെന്നും അവൾ വെളിപ്പെടുത്തുന്നു. എന്നാൽ എല്ലാറ്റിനേക്കാളും വലിയ രഹസ്യം, അൽക്കമാം രഹസ്യമായി ജലന്ധറിൽ പോയി രാശീലിന്റെ മാതാപിതാക്കളെ കണ്ടിരുന്നു. നിങ്ങളുടെ മകളെ എന്റെ സ്വന്തം മകളെപ്പോലെ ഞാൻ നോക്കുന്നുണ്ട് എന്ന് അവർക്ക് ഉറപ്പു നൽകി. സത്യത്തിൽ മാം കഥകളിലെ മാലാഖയെപ്പോലെയാണ്. രാശിയിൽ ഒരു കാര്യം പറയുന്നു: ഞാൻ ഇത്ര വലിയ വില കൊടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളും ഞാനും തമ്മിൽ ഒരിക്കലും പരിചയപ്പെടുക പോലുമില്ലായിരുന്നു. രാശിയിൽ അമേരിക്കയിലേക്ക് പോകുന്നതിനു മുമ്പ് ഞങ്ങൾ സഹോദരിമാരെപ്പോലെ
കെട്ടിപ്പിടിച്ചുറങ്ങിയ ആ വൈകാരികമായ യാത്രയയപ്പിനെക്കുറിച്ച് നിങ്ങൾ ഇന്ന് കേൾക്കും. അതിനുശേഷം റാഷീൽ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ റാഷീലിന്റെ ആത്മബന്ധം സത്യമായിരുന്നോ അതോ വെറും തോന്നലായിരുന്നോ? അവളുടെ ഭാഗത്തുനിന്ന് വിളികളൊന്നും വരാത്തത് എന്റെ ഹൃദയത്തിൽ സംശയമുണ്ടാക്കുന്നു. അതേ സംശയം എന്നെ വീണ്ടും അൽക്കമാമിന്റെ സൂപ്പർ കിങ് സൈസ് ബെഡിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ റാഷീലില്ല. മാം ആദ്യമായി എന്നോട് റാഷീലിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ ജീവിതച്ചങ്ങലയിലെ കുരുക്കുകൾ ഇപ്പോൾ അഴിയാൻ പോകുകയാണെന്ന് എനിക്ക് തോന്നുന്നു. രഹസ്യങ്ങൾ, ഏകാന്തത, ഒരു പുതിയ വെളിപ്പെടുത്തൽ. പ്രേം അൻമോൾ ഹോദ ഹായ് വാണിയിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 16. ഭൂതകാലത്തിന്റെ ശുദ്ധീകരണവും മാമിന്റെ ഡിറ്റക്റ്റീവ് ശൈലിയിലുള്ള കാരുണ്യവും. പിറ്റേ ദിവസം മുതൽ ഡോക്ടർ നിർദ്ദേശിച്ച വാഷുകളും ലേപനങ്ങളും ഉപയോഗിച്ച് റാഷീൽ തന്റെ ആന്തരിക ശുചിത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ ക്രമം ഒരു മാസത്തിലേറെ തുടർന്നു. സാവധാനം അവൾക്ക് തോന്നാൻ തുടങ്ങി, ആ മനുഷ്യന്റെ ദുർഗന്ധം തന്റെ ശരീരത്തിൽ നിന്ന് തുടച്ചു നീക്കിയെന്ന്. ഒരു പരിധിവരെ അവൾ തന്റെ വിശുദ്ധി വീണ്ടെടുത്തു എന്ന സംതൃപ്തി അവൾക്കുണ്ടായി. യഥാർത്ഥത്തിൽ റാഷീലിന് വിശുദ്ധി എന്ന വികാരം ശാരീരികത്തേക്കാൾ മാനസികമായിരുന്നു. അത് ഇപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. തന്റെ കഥ പറഞ്ഞ ശേഷം റാഷീൽ മൗനമായി. സീൻ മാറുന്നു. എനിക്ക് ഇതൊരു സീരിയലിന്റെ ശുഭപര്യവസാനം പോലെ തോന്നി. വഴിതെറ്റിപ്പോകുന്ന ഓരോ പെൺകുട്ടിക്കും ഒരു അൽക്കബാട്ടിയെ തീർച്ചയായും ലഭിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. റാഷീൽ ഒരു നിമിഷം തന്റെ വികാരങ്ങൾ നിയന്ത്രിക്കുകയും നനഞ്ഞ കണ്ണുകൾ തുടക്കുകയും ചെയ്തു. ഞാൻ പോയി കുറച്ച് ബദാം പാൽ ഉണ്ടാക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം, റാഷീൽ എഴുന്നേറ്റ് പറഞ്ഞു. ഇപ്പോൾ നിനക്കറിയാമല്ലോ, മാം വാക്ക് പാലിച്ചു. അവർ എന്നെ തന്നോടൊപ്പം നിർത്തി. ഇപ്പോൾ ഞാൻ അവരുടെ മകൾ മാത്രമല്ല, മരുമകൾ കൂടിയാകാൻ പോകുന്നു. മാമിന്റെ സഹോദരപുത്രനുമായി എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഭാഗ്യവതിയാണ്. ഞങ്ങളുടെ തലമുറയിലെ ഏക പെൺകുട്ടിയായതിനാൽ വീട്ടിലെല്ലാവരും എന്നെ സ്നേഹിച്ചു. എന്നാൽ എന്റെ നിർഭാഗ്യം കൊണ്ട് ഞാൻ ഒരു ദുഷ്ടന്റെ വലയിൽ അകപ്പെട്ടു. 1 വർഷം നരകയാതന അനുഭവിച്ചു. പിന്നീട് മാമിനെ ലഭിച്ചു. എന്റെ ഭാഗ്യം വീണ്ടും തെളിഞ്ഞു. ഇന്ന് ഞാൻ ഒരു പുതിയ ലോകത്തേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. വാണി, അതൊരു യാദൃശ്ചികതയായിരുന്നില്ല. ഞാൻ ഇവിടെ വന്ന് എന്റെ വളകൾ വിൽക്കാൻ പോയപ്പോൾ ജ്വല്ലറി ഉടമ അത് വാങ്ങി പിറ്റേ ദിവസം എന്നെ നചികേതൻ സ്കൂളിലേക്ക് അയച്ചതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട്, റാഷീൽ രഹസ്യം വെളിപ്പെടുത്തി. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ വരുമ്പോൾ പ്ലാറ്റ്ഫോം വെയിറ്റിംഗ് റൂമിലെ ചവറ്റുകുട്ടിയിൽ ബുർഗ ഉപേക്ഷിക്കുന്നത് മാം കണ്ടിരുന്നു. യാദൃശ്ചികമായി അവരും അതേ ട്രെയിനിലായിരുന്നു വന്നിരുന്നത്. മാം ഇവിടെ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ഡ്രൈവറെ എന്റെ പിന്നാലെ അയച്ചു. അവർ സ്വയം കാർ ഓടിച്ചു വീട്ടിലേക്ക് പോയി. ഡ്രൈവർ എന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ മാമിന് നൽകിക്കൊണ്ടിരുന്നു. ആ ജ്വല്ലറി ഉടമയെ വിളിച്ച് എന്നെ സഹായിക്കാൻ പറഞ്ഞതും മാം തന്നെയാണ്, റാഷീൽ വിവരിച്ചു. മറ്റൊരു രസകരമായ കാര്യം കേൾക്കൂ. എനിക്ക് അഭയം നൽകിയ ശേഷം മാം ആരോടും പറയാതെ ഒരിക്കൽ ജലന്ധറിൽ പോയി വന്നു. അവിടെ അവർ എന്റെ മാതാപിതാക്കളെ രഹസ്യമായി കണ്ടു. ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് അവരോട് പറഞ്ഞു. നിങ്ങളുടെ മകളെ എന്റെ സ്വന്തം മകളെപ്പോലെ നോക്കുന്നുണ്ട് എന്ന് അവർക്ക് ഉറപ്പു നൽകി. എല്ലാം ശരിയാക്കുമെന്ന് അവർക്ക് വാക്കുകൊടുത്തു. ഞങ്ങൾ സഹോദരിമാരെപ്പോലെ കെട്ടിപ്പിടിച്ചുറങ്ങി. ഒരുപക്ഷെ ഈ ജന്മത്തിൽ ഇനി കാണുമോ ഇല്ലയോ എന്നതുപോലെ ആ രാത്രി കഴിഞ്ഞു. പിന്നീട് റാഷീൽ അമേരിക്കയിലേക്ക് പോയി. അവൾക്ക് എന്നോടുള്ള ബന്ധം സത്യമായിരുന്നോ എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവളെ കാണാറുണ്ട്, പക്ഷേ എനിക്ക് കോൾ ചെയ്തില്ല. സീൻ മാറുന്നു. ഞാൻ വീണ്ടും വർത്തമാനകാലത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ജീവിതം എന്നത് ഒരു ചങ്ങലയുടെ കണ്ണി പോലെയാണ്. കാലക്രമേണ പുതിയ കണ്ണികൾ പഴയവയുമായി ചേരുന്നു. ഞാൻ അൽക്കമാമിനൊപ്പം സൂപ്പർ കിങ് സൈസ് ബെഡിൽ കിടക്കുകയാണ്. ഇപ്പോൾ റാഷീൽ ഇല്ലാത്ത സമയത്ത് മാം ആദ്യമായി എന്നോട് റാഷീലിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. റാഷീൽ പറഞ്ഞ കഥയിൽ എനിക്കറിയാത്ത കാര്യങ്ങളെല്ലാം ഇപ്പോൾ വെളിപ്പെടാൻ പോകുകയാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എപ്പിസോഡ് 16 അവസാനിക്കുന്നു. റാഷീലിന്റെ കഥയിലെ കുരുക്കുകൾ അഴിഞ്ഞ് ഒരു ശുഭപര്യവസാനം നൽകുമ്പോൾ തന്നെ വാണിയെ അൽക്കമാമിന്റെ രഹസ്യങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ഈ എപ്പിസോഡ്. എപ്പിസോഡ് 16 സമാപ്തം. എപ്പിസോഡ് 17. നമസ്കാരം, നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹായ് വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. ഇന്ന് രാത്രി അൽക്കമാമിനൊപ്പം കിടക്കയിൽ കിടക്കുമ്പോൾ രഹസ്യങ്ങൾ ഓരോന്നായി എന്റെ മുന്നിൽ തെളിയുകയാണ്. മാം റാഷീലിന്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ആ കഥ പറയാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ ജീവിതച്ചങ്ങല ഇലെ വിട്ടുപോയ കണ്ണികൾ ഈ കഥയിലാണുള്ളത്.
നിങ്ങൾ കേൾക്കും. ബംഗാളിൽ നിന്ന് മടങ്ങിവരുമ്പോൾ അൽക്കമാം റെയിൽവേ സ്റ്റേഷനിൽ ബുർഗ ധരിച്ച ഒരു സ്ത്രീയെ കാണുന്നു. അവർ OIT ടോയ്ലറ്റിലേക്ക് പോകുന്നു. എന്നാൽ അവർ പുറത്തുവരുമ്പോൾ സുന്ദരിയായ ഒരു യുവതി ആ കറുത്ത ബുർഗ ചവറ്റുകുട്ടിയിൽ വലിച്ചെറിയുന്നു. ആ യുവതി മറ്റാരുമല്ല, തന്റെ അനന്തരവൻ പരാഗിന്റെ വിവാഹാലോചന നിരസിച്ച റാഷിയിലാണെന്ന് മാം ഉടനെ തിരിച്ചറിയുന്നു. എന്നാൽ ഇതൊരു യാദൃശ്ചികത മാത്രമായിരുന്നില്ല. അൽക്കമാം ഒരു ഡിറ്റക്റ്റീവിനെപ്പോലെ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് കേൾക്കൂ. അവർ ട്രെയിൻ യാത്രയിലുടനീളം റാഷീലിനെ നിരീക്ഷിച്ചു. തന്റെ ഡ്രൈവർ വസന്തയെ റാഷീലിന് പിന്നാലെ വിട്ടു. ജ്വല്ലറി ഉടമ സുധീർ പട്നിക്ക് ഫോൺ ചെയ്ത് ആധാർ കാർഡിന്റെ പകർപ്പ് എടുക്കാനും പണത്തിന്റെ കാര്യങ്ങൾ ക്രമീകരിക്കാനും നിർദ്ദേശം നൽകി. അവസാനം വനിതാ ഹോസ്റ്റലിന്റെ രക്ഷാധികാരി എന്ന നിലയിൽ റാഷീലിന് സുരക്ഷിതമായ താമസം അവർ ഉറപ്പാക്കി. മാം പറഞ്ഞ ഈ കഥ ഒരു ഹൈ പ്രൊഫൈൽ ത്രില്ലറിനേക്കാൾ ഒട്ടും കുറവല്ല. അൽക്കമാമിന്റെ ഈ പരോപകാരം വെറും ബന്ധുത്വത്തിനു വേണ്ടിയായിരുന്നോ, അതോ തന്റെ അനന്തരവനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണോ അവർ റാഷീലിനെ സ്വന്തം അടുത്തേക്ക് കൊണ്ടുവന്നത്? അൽക്കമാമിന്റെ അസാധാരണമായ കാര്യശേഷിയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ പ്രേം അൻമോൾ ഹോദ ഹായ് വാണി യിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 17 നൈറ്റ് ബൾബിന്റെ വെളിച്ചത്തിൽ തെളിയുന്ന രഹസ്യം. ബുർഗ മുതൽ ബന്ധം വരെ. കിടപ്പുമുറിയിൽ പരന്ന നൈറ്റ് ബൾബിന്റെ മങ്ങിയ വെളിച്ചത്തിൽ എന്റെ പകുതി തുറന്ന കണ്ണുകൾക്ക് മുന്നിൽ അൽക്കമാം പറയുന്ന കാര്യങ്ങൾ ഒരു സിനിമയിലെ രംഗങ്ങൾ പോലെ എന്റെ മനസ്സിൽ തെളിയാൻ തുടങ്ങിയിരിക്കുന്നു. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അൽക്ക ഭാട്ടിയ തന്റെ ഇൻഡസ്ട്രിയിലെ ഒരു വലിയ ബിസിനസ് ഡീൽ ഉറപ്പിക്കാനായി ബംഗാളിലെ ഒരു നഗരത്തിലേക്ക് പോയി. സാധാരണയായി മാർക്കറ്റിംഗ് വിഭാഗം ചെയ്യുന്ന ഈ ജോലി മാം നേരിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ ആ നഗരത്തിൽ മാമിന്റെ ബന്ധുക്കൾ താമസിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ ഒരു ശുഭകാര്യം നടക്കുകയായിരുന്നു. അതിലേക്ക് മാമിന് ക്ഷണം ലഭിച്ചിരുന്നു. ഒരു യാത്രയിൽ തന്നെ 2 കാര്യങ്ങൾ നടക്കുമല്ലോ എന്ന് കരുതി മാം ട്രെയിനിൽ പുറപ്പെട്ടു. സീൻ മാറുന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് മടങ്ങാൻ വെയിറ്റിംഗ് റൂമിൽ ട്രെയിനിനായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാമിന്റെ ശ്രദ്ധ ബുർഗ ധരിച്ച ഒരു സ്ത്രീയിൽ പതിഞ്ഞത്. ആ സ്ത്രീ OIT വന്ന് നേരിട്ട് ടോയ്ലറ്റിലേക്ക് കയറി. അൽക്കമാം ചിന്തിച്ചു, ഈ സ്ത്രീ AC ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളെപ്പോലെയല്ലല്ലോ. അറ്റൻഡന്റ് ഇവരെ എങ്ങനെ ഉള്ളിൽ കടത്തി? മാം ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കൂലി വന്ന് ഇങ്ങനെ പറഞ്ഞത്, മാഡം ജി, നിങ്ങളുടെ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ വരാനുള്ള ബെൽ അടിച്ചു കഴിഞ്ഞു. ശരി, സാധനങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് അൽക്ക കസേരയിൽ നിന്ന് എഴുന്നേറ്റു. കൂലിയുടെ പിന്നാലെ പോകുമ്പോൾ ടോയ്ലറ്റിൽ നിന്ന് ഒരു സുന്ദരിയായ യുവതി പുറത്തേക്ക് വരുന്നത് മാം കണ്ടു. ആ യുവതിയെ എവിടെയോ കണ്ടതായി തോന്നി. അതിശയകരമെന്നു പറയട്ടെ, ആ യുവതി തന്റെ കയ്യിലുണ്ടായിരുന്ന കറുത്ത ബുർഗ ചവറ്റുകുട്ടിയിൽ വലിച്ചെറിഞ്ഞു. ബുർഗയിൽ ഉള്ളിൽ പോയത് ഈ പെൺകുട്ടി തന്നെയാണെന്ന് മനസ്സിലാക്കാൻ മാമിന് അധിക സമയം വേണ്ടിവന്നില്ല. ഈ സുന്ദരിയായ പെൺകുട്ടി എന്തിനാണ് ബുർഗ ഉപേക്ഷിച്ചത് എന്ന് മാമിന്റെ മനസ്സിൽ ചോദ്യമുയർന്നു. കൂലിയുടെ പിന്നാലെ നടക്കുമ്പോഴും മാമ യുവതിയെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇവൾ മുസ്ലിം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ബുർഗയിൽ ഒളിച്ചു വന്നത്? എന്തെങ്കിലും വലിയ കുറ്റം ചെയ്തിട്ടാണോ വരുന്നത് എന്ന് മാം സംശയിച്ചു. ആ പെൺകുട്ടിയെ എവിടെയാണ് കണ്ടതെന്ന് ഓർത്തെടുക്കാൻ മാം ശ്രമിക്കുന്നു. ആ പെൺകുട്ടി ജനറൽ കോച്ചിൽ കയറി, മാം AC കോച്ചിലും. സീറ്റിലിരുന്നപ്പോൾ മാമിന് പെട്ടെന്ന് ഓർമ്മ വന്നു, ഇത് ജലന്ധറിലെ ഹർഭജന്റെ മകൾ റാഷീലല്ലേ? അമേരിക്കയിലുള്ള തന്റെ കൊച്ചുമകൻ പരാഗിന്റെ വിവാഹാലോചന ഈ പെൺകുട്ടിയാണ് നിരസിച്ചത്. റാഷീൽ എന്ന പേര് ഓർമ്മ വന്നതും മാം തന്റെ മൊബൈലിൽ പരാഗിന്റെ വിവാഹാലോചന സമയത്തെ റാഷീലിന്റെ ഫോട്ടോകൾ നോക്കി. അവൾ റാഷീൽ തന്നെയാണെന്ന് മാം ഉറപ്പിച്ചു. റാഷീൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു അവസ്ഥയിലായത്? ജലന്ധറിൽ നിന്ന് എന്തിനാണ് ഇത്ര ദൂരേക്ക് വന്നത്? മാം ആകെ ആശയക്കുഴപ്പത്തിലായി. ഉടനെ പോയി സംസാരിക്കണമെന്ന് തോന്നിയെങ്കിലും മാം ധൃതി കാണിക്കാതെ അവളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. യാത്രയിലുടനീളം റാഷീലിന്റെ ചിന്തകളായിരുന്നു മാമിന്റെ മനസ്സിൽ. ട്രെയിൻ മാമിന്റെ നഗരത്തിലെ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ റാഷീലും ഇറങ്ങുന്നത് കണ്ട് മാം അവളെ പിന്തുടർന്നു. റാഷീൽ റിക്ഷ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മാം തന്റെ ഡ്രൈവർ വസന്തയോട് ഇങ്ങനെ പറഞ്ഞു, വസന്ത, ഈ പെൺകുട്ടിയുടെ പിന്നാലെ പോകൂ. അവൾ എവിടെയാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് ഫോൺ ചെയ്ത് പറയണം. വസന്ത റാഷീലിനെ പിന്തുടരാൻ തുടങ്ങി. മാം കാർ ഓടിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ വസന്തയുടെ കോൾ വന്നു. മാഡം ജി, ആ പെൺകുട്ടി റിക്ഷയിൽ നിന്ന് ഇറങ്ങി പട്നി ജ്വല്ലേഴ്സിലേക്ക് കയറി. ശരി, അവൾ അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റുന്നുണ്ടോ? മാം ചോദിച്ചു. ആ പെൺകുട്ടി തന്റെ പേഴ്സിൽ നിന്ന് എന്തോ എടുത്ത് ഉടമയ്ക്ക് നൽകുന്നുണ്ട്, വസന്ത പറഞ്ഞു. ശരി, അവൾ പുറത്തിറങ്ങുന്നതുവരെ നിരീക്ഷിക്കണം. എവിടേക്കാണ് പോകുന്നത് എന്ന് പറയണം എന്ന് പറഞ്ഞു മാം ഉടനെ ജ്വല്ലറി ഉടമ സുധീർ പട്നിയെ വിളിച്ചു. സുധീർ, ഞാൻ അൽക്ക ഭാട്ടിയാണ് സംസാരിക്കുന്നത്. പറഞ്ഞാലും ദീദി, എന്താണ് കൽപ്പന? സുധീർ ചോദിച്ചു. നിന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി വല്ല ആഭരണവും വിൽക്കാൻ വന്നതാണോ? അതെ അല്ലെങ്കിൽ അല്ല എന്ന് മാത്രം പറയൂ, മാം ചോദിച്ചു. അതെ എന്ന് സുധീർ മറുപടി പറഞ്ഞു.
നോക്കൂ സുധീർ, ആ പെൺകുട്ടി എനിക്ക് പരിചയമുള്ളവരാണ്. അവർക്ക് പണത്തിന് അത്യാവശ്യമുണ്ട്. എങ്ങനെയെങ്കിലും അവരെ സഹായിക്കൂ. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് അവളുടെ ആധാർ കാർഡിന്റെ പകർപ്പ് കൂടി വാങ്ങിക്കണം. അവൾ പോയിക്കഴിഞ്ഞ് എന്നെ വിളിക്കൂ, മാം നിർദ്ദേശിച്ചു. ദീദി, അവൾ വളകൾ പണയം വെച്ച് 10,000 രൂപ വാങ്ങി. ആധാർ പകർപ്പും ഞാൻ വാങ്ങിയിട്ടുണ്ട്. സുരക്ഷിതമായ ഒരു താമസസ്ഥലം അവൾ ചോദിച്ചപ്പോൾ വനിതാ ഹോസ്റ്റലിന്റെ അഡ്രസ് ഞാൻ നൽകി. സുധീർ വിളിച്ചു പറഞ്ഞു. മാം ഉടനെ വനിതാ ഹോസ്റ്റൽ മാനേജർ മൻപ്രീതിനെ വിളിച്ചു. മൻപ്രീത് അൽക്ക ഭാട്ടിയയാണ്. രാശിയിൽ എന്ന പെൺകുട്ടി അങ്ങോട്ട് വരും. അവർക്ക് നല്ലൊരു സിംഗിൾ ബെഡ് റൂം നൽകി ഫോർമാലിറ്റികളെല്ലാം പൂർത്തിയാക്കണം, മാം ആജ്ഞാപിച്ചു. മാഡം ജി, ആ പെൺകുട്ടി വനിതാ ഹോസ്റ്റലിന് അകത്തേക്ക് കയറി. വസന്ത അവസാന റിപ്പോർട്ട് നൽകി. ശരി വസന്ത, നീ ഇനി തിരിച്ചു വന്നോളൂ. മാം ഉദ്ദേശിച്ച കാര്യം ഭംഗിയായി നടന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതോടെ എപ്പിസോഡ് 17 അവസാനിക്കുന്നു. അൽക്ക മാം റാഷീലിനായി കഴിഞ്ഞ കാലത്ത് നടത്തിയ എല്ലാ നീക്കങ്ങളും ഇപ്പോൾ വാണിക്ക് വ്യക്തമായി കഴിഞ്ഞു. എങ്കിലും മാം എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് കഴിയുന്നത് എന്നത് ഇപ്പോഴും ഒരു സമസ്യയായി തുടരുന്നു. എപ്പിസോഡ് 17 സമാപ്തം.